അത്രേ. ദയവായി പുറത്ത് നിൽക്കുന്ന ആളുകൾ, പുറത്തുകൂടെ നടക്കുന്ന ആളുകൾ, പന്തലിനകത്ത് സ്ഥലമുണ്ട്, ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കണം. കസേരയുടെ കിഴക്ക് ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ അവിടെ നിൽക്കാൻ പാടില്ല. പ്രത്യേകിച്ചും പുതുതായിട്ട് വന്നവരായിരിക്കും അവിടെ നിൽക്കുന്നത്. ഇവിടുത്തെ പാരമ്പര്യം, അവിടെ നിൽക്കുന്ന ആളുകൾ അവിടെ നിൽക്കുവാൻ പാടില്ല. അവർ പന്തലിനകത്തേക്ക് പ്രവേശിക്കുകയോ അല്ലെങ്കിൽ നദിയുടെ തീരത്തുള്ളതായ തടലിലേക്ക് മാറുകയോ ചെയ്യേണ്ടതാണ്. സ്ത്രീകളുടെ ഭാഗത്ത് അത് നല്ല അച്ചടക്കം പാലിച്ചിരിക്കുന്നതിൽ ഞാൻ സ്ത്രീകളെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. ആരും വന്ന് പറയാതെ തന്നെ അവിടെ നിൽക്കുന്ന എല്ലാവരും അവിടെ ഒന്ന് മാറി പന്തലിനകത്തേക്ക് പ്രവേശിച്ചിരിക്കാം, അല്ലെങ്കിൽ നദിയുടെ തീരത്തുള്ള തടലിലേക്ക് മാറാവുന്ന അത്രേ. ഇപ്പോൾ വലിയ മെത്രാപ്പോലീത്ത തിരുമേനി കൗമ ചൊല്ലി ശുശ്രൂഷ ആരംഭിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവന് നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവന് നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവന് നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എന്മനമേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. നന്ദിയോടെ ഇതാ ഞങ്ങൾ തൃപ്പാദത്തിൽ അടുത്തു വരുന്നു. 119ാമത് മാരാമൺ മഹായോഗത്തിലേക്ക് സഭയായി നീ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ അനുഭവിച്ച എല്ലാ ദൈവ കൃപകൾക്കായിട്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരിലൂടെ ഞങ്ങളുടെ സഭയെ അവിടുന്ന് അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ പിതാക്കന്മാരിലൂടെ അവിടുന്ന് സഭയെ അനുഗ്രഹിക്കുന്നതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരുനാമത്തിൽ ഇന്ന് ഈ മഹായോഗം ആരംഭിക്കുന്നതിന് അവിടുന്ന് നൽകിയ വലിയ ഭാഗ്യത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇതിൻ്റെ ആലോചനകളിലും ക്രമീകരണങ്ങളിലുമൊക്കെ ഇത്രത്തോളം വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് മുതൽ ഇവിടെ കേൾക്കുന്നതായിട്ടുള്ള ദൈവവചനം
അതിലൂടെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനും ഞങ്ങൾക്ക് രൂപാന്തരത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുവാനും ഇവിടെയാക്കണമേ എന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തെ കൺവെൻഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും പുതുക്കത്തിന് മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് എന്നോട് യാചിക്കുന്നു. തിരുവചനം സംസാരിപ്പാനായിട്ട് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിന്റെ ആത്മാവിൽ നിറയ്ക്കണമേ. പരിഭാഷപ്പെടുത്തുന്നവരെ നീ ആത്മാവിനാൽ ശക്തീകരിക്കണമേ. ഇവിടെ കേൾക്കുന്നതായിട്ടുള്ള വചനം ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹകരമായി തീരുവാൻ കർത്താവെ നീ അവിടെ ഇടയാക്കണമേ. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നിന്റെ ആത്മാവിനെ പകരണമേ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ മെത്രാപ്പൊലീത്ത തിരുമേനിക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ അഭിമന്യ തിരുമേനിമാർക്കായിട്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. പട്ടത്ത സമൂഹത്തിന് വേണ്ടി സ്തുതിക്കുന്നു. സുവിശേഷകർക്ക് വേണ്ടി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ നിന്റെ ജനത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. സുവിശേഷ പ്രസംഗ സംഘത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ കൺവെൻഷൻ ഏറ്റവും ഭംഗിയായി നടത്തുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരെ എല്ലാവരെയും നിന്റെ ആത്മാവിനാൽ നിറയ്ക്കണമേ നിന്നോട് യാചിക്കുന്നു. കർത്താവെ തിരുസന്നിധി തലകളെ വണക്കിയിരിക്കുന്ന അടിയങ്ങളെ എല്ലാവരെയും നീ ആളാമൃതി അനുഗ്രഹിക്കണമേ. ഇന്നത്തെ വചന കേൾവി ഏറ്റവും അനുഗ്രഹകരമാക്കി തീർക്കണമേ. ഞങ്ങളുടെ സഭയോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ ദേശത്തോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ രാഷ്ട്രത്തോട് നീ മനസ്സിലിയണമേ നിന്നോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ നന്മകളാൽ നീ ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണമേ. ഏകാഗ്രതയോട് ആത്മാവിന്റെ നിറവിൽ തിരുസന്നിധി ഇരിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും നീ അവിടെ ഇടയാക്കുകയും ചെയ്യണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.